എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സെഷൻ ആരംഭിക്കുകയാണ്. നമ്മൾ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനകളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് വളരെ വലിയ ഒരു അധ്യാപനമാണ്, അല്ലെങ്കിൽ പഠനമാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2642 പേജ് നമ്പർ 638 ഉടൻ സംഭവിക്കേണ്ടവയുടെ വെളിപ്പെടുത്തൽ അഥവാ വെളിപാട്, സ്വർഗീയ ആരാധനയുടെ ഗാനങ്ങളോടൊപ്പം. ഇതെല്ലാം റെവലേഷൻ, വെളിപാട് പുസ്തകങ്ങളിൽ നിന്നുള്ളതാണ്. സ്വർഗീയ ആരാധനയുടെ ഗാനങ്ങളോടൊപ്പവും സാക്ഷികളുടെ, അതായത് രക്തസാക്ഷികളുടെ മധ്യസ്ഥത്താലും നിർവഹിക്കപ്പെടുന്നു. വെളിപാട് 6:10. പ്രവാചകന്മാരും വിശുദ്ധരും യേശുവിന് സാക്ഷ്യം വഹിച്ചതിനാൽ ഈ ഭൂമുഖത്ത് വധിക്കപ്പെട്ട എല്ലാവരും മഹാദുരിതത്തിലൂടെ കടന്ന് നമുക്ക് മുൻപേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചവരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെയും കുഞ്ഞാടിൻ്റെയും സ്തുതിയും മഹത്വവും പ്രകീർത്തിക്കുന്നു. അതാണ് ഇനി സ്തുതി ആരാധനയുടെ മറ്റൊരു വശം. അവരുമായി ഐക്യപ്പെട്ട് ഭൂമിയിലുള്ള സഭയും പരീക്ഷണങ്ങളുടെ മധ്യേ വിശ്വാസത്തോടെ ഈ ഗീതങ്ങൾ ആലപിക്കുന്നു. സ്വർഗീയമായ സ്തുതിപ്പിനെ കുറിച്ചാണ്. ഇതിനെ പെട്ടെന്ന് നമുക്ക് 1137 പോകാം. 1137 എന്നിട്ട് വീണ്ടും അങ്ങോട്ട് തിരിച്ചു വരാം. സഭയുടെ ആരാധനാഘോഷം എന്ന ഭാഗമാണ്. അതിൽ 1136 ഒന്ന് നമുക്ക് വായിക്കാം. 1136, 37. ആരാധന സമ്പൂർണ്ണ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ്. അടയാളങ്ങൾ കൂടാതെ ഇപ്പോൾ അത് ആഘോഷിക്കുന്നവർ സ്വർഗീയ ആരാധനയിലാണ്. അവിടെ ആഘോഷം പൂർണ്ണമായും സംസർഗവും ഉത്സവവുമാണ്. വിശുദ്ധ യോഹന്നാൻ 1137. വിശുദ്ധ യോഹന്നാൻ എഴുതിയതും സഭയുടെ ആരാധനാക്രമത്തിൽ വായിക്കപ്പെടുന്നതുമായ വെളിപാട് പുസ്തകം നമുക്ക് ആദ്യം വെളിപ്പെടുത്തുന്നു. സ്വർഗത്തിൽ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കർത്താവായ ദൈവം, എന്നിട്ട് അത് വധിക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്, ക്രൂശിക്കപ്പെടുകയും ഉത്ഥിതനാവുകയും ചെയ്ത ക്രിസ്തു, യഥാർത്ഥ വിശുദ്ധ സ്ഥലത്തെ ഏക പ്രധാന പുരോഹിതൻ, സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന, നൽകപ്പെടുകയും ചെയ്യുന്ന ഒരേ വ്യക്തി. അവസാനമായി ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നൊഴുകുന്ന ജീവജലത്തിൻ്റെ ഉറവ, അല്ലെങ്കിൽ ജീവജലത്തിൻ്റെ നദി, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ പ്രതീകങ്ങളിലൊന്ന്. ഇവിടെ 1137 നമ്മൾ കാണുന്നത് ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ സ്വർഗീയമായ അവസ്ഥാവിശേഷത്തെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ വെളിപാട് പുസ്തകത്തിൽ വെളിപാടായിട്ട്, ദർശനമായിട്ട് വർണ്ണിച്ചിരിക്കുന്നതാണ്. അതിൽ ആദ്യത്തേത് സ്വർഗത്തിൽ ഒരു സിംഹാസനത്തിലിരിക്കുന്നവൻ. ആരാണത്? കർത്താവായ ദൈവം. ഇനി അടുത്തത്, എന്നിട്ട് അത് വധിക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്, ക്രൂശിക്കപ്പെടുകയും ഉത്ഥിതനാവുകയും ചെയ്ത ക്രിസ്തു, യഥാർത്ഥ വിശുദ്ധ സ്ഥലത്തെ ഏക പ്രധാന പുരോഹിതൻ, സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന, നൽകപ്പെടുകയും ചെയ്യുന്ന ഒരേ വ്യക്തി. അപ്പോൾ പുത്രൻ തമ്പുരാൻ ഈശോ മിശിഹ എല്ലാ പൗരോഹിത്യ ശുശ്രൂഷയും സമർപ്പണവും, പുരോഹിതനും എന്നാൽ സമർപ്പിക്കപ്പെട്ട യാഗവസ്തുവും, തന്നെ സമർപ്പിച്ച് ആ യാഗവസ്തു സമർപ്പിക്കപ്പെട്ടവനും, സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന, നൽകപ്പെടുകയും ചെയ്യുന്നു ഒരേ വ്യക്തി. ഹീസ് പ്രീസ്റ്റ് ആൻഡ് ദ ഓഫറിങ്. അതാണ് ഏറ്റവും വലിയ ഒരവസ്ഥ. അവസാനമായി ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നൊഴുകുന്ന ജീവജലത്തിൻ്റെ നദി, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ പ്രതീകങ്ങളിലൊന്ന്.
പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മ. അപ്പോൾ ഇതാണ് ആ സ്വർഗീയ ആരാധനയുടെ ഒരവസ്ഥ. ഈ സ്വർഗീയ ആരാധനയും സ്തുതിപ്പും എപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അടയാളങ്ങൾ കൂടാതെ 1136 പറയുന്നത് ആരാധന സമ്പൂർണ്ണ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ്. അടയാളങ്ങൾ കൂടാതെ ഇപ്പോൾ അത് ഉദ്ഘോഷിക്കുന്നവർ സ്വർഗീയ ആരാധനയിലാണ്. അവിടെ ആഘോഷം പൂർണ്ണമായും സംസർഗവും ഉത്സവവുമാണ്. അപ്പോൾ നമ്മളിനി പിന്നീട് ഈ ആരാധനാക്രമത്തെക്കുറിച്ചെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇവിടെ നടത്തുന്ന ആരാധന. അതുകൊണ്ടാണ് നമ്മുടെ മദ്ബഹ പ്രത്യേകിച്ച് പഴയ പള്ളികളിലെല്ലാം മദ്ബഹ സ്വർഗത്തിൻ്റെ പ്രതീകമായിട്ട് മാലാഖമാരും വിശുദ്ധരും എല്ലാം അടങ്ങുന്ന സുവർണ കളർ എന്തിനാണ്? ഔറയ, സ്വർണം അതിൻ്റെ വിലയെ ഉദ്ദേശിച്ചിട്ടല്ല, സ്വർണം മഹത്വത്തിൻ്റെ പ്രതീകമായിട്ടാണ് സ്വർണ്ണ കളറിലെല്ലാം അലങ്കരിച്ചു വച്ചിരിക്കുന്നത്. ആ മദ്ബഹ എന്ന് പറയുന്നത് നമ്മൾ ആരാധിക്കുന്ന സ്ഥലം, ആ സ്വർഗീയ ആരാധനാ സ്ഥലത്തിൻ്റെ ഒരു ബന്ധത്തിലാണ് നമ്മളുടെ എല്ലാ ആരാധനാ ശുശ്രൂഷയും. സഭ എന്ന് പറയുന്നത് തന്നെ, സഭയ്ക്ക് സ്വർഗീയമായ അവസ്ഥയുണ്ട്, ഇവിടെ ഭൂമിയിലുള്ള അവസ്ഥയുണ്ട്. എന്നാൽ ഇത് മൂന്നും അടങ്ങിയിരിക്കുന്നത് ആണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്നത് ഒരേ സമയത്ത് സ്വർഗീയവും ഭൗമികവുമായ അവസ്ഥയിൽ ഉള്ള ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതാണ് നമ്മൾ ആദ്യം കേട്ടത്. ഇനി ഒന്നും കൂടി 2642 ഇനി വായിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പം മനസ്സിലാകും. ഉടൻ സംഭവിക്കേണ്ടവയുടെ വെളിപ്പെടുത്തൽ അഥവാ വെളിപാട് സ്വർഗീയ ആരാധനയുടെ ഗാനങ്ങളോടൊപ്പം രക്തസാക്ഷികളുടെ മധ്യസ്ഥത്താലും നിർവഹിക്കപ്പെടുന്നു. അപ്പോൾ ആ സ്വർഗീയ ആരാധനയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പ്രവാചകന്മാരും വിശുദ്ധരും യേശുവിന് സാക്ഷ്യം വഹിച്ചതിനാൽ ഈ ഭൂമുഖത്ത് വധിക്കപ്പെട്ട എല്ലാവരും മഹാദുരിതത്തിലൂടെ കടന്ന് നമുക്ക് മുൻപേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചവരും സിംഹാസനത്തിലിരിക്കുന്നവൻ്റെയും കുഞ്ഞാടിൻ്റെയും സ്തുതിയും മഹത്വവും പ്രകീർത്തിക്കുന്നു. അവരുമായി ഐക്യപ്പെട്ട് ഭൂമിയിലുള്ള സഭയും ഉണ്ടോ, സ്വർഗവാസികളും ഭൂവാസികളും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. എല്ലാ ആരാധനയിലും അങ്ങനെ തന്നെയാണ്. നമ്മളതിൻ്റെ ഒരു ബോധവൽക്കരണത്തിൽ വരാത്തത് കൊണ്ടാണ്. ലിറ്റർജി, ആരാധന എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ആഘോഷകരമായ വിശുദ്ധ കുർബാന അർപ്പണം, ധൂപാർപ്പണത്തോടും പലതരത്തിലുള്ള കിലുക്കങ്ങളോടും മണിയടികളോടും ഗാനാലാപങ്ങളോടുമെല്ലാം ആലപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് സ്വർഗത്തിൽ അവിടെ ആലപിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ ഇവിടെ ഭൂമിയിൽ പ്രതിഫലിക്കുന്ന, ഭൂമിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ശരിക്കും അങ്ങനെ തന്നെയാണത്. ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുമോ? അത് ആഘോഷമായ ഒരു വിശുദ്ധ കുർബാനയിൽ ഇത് ശരിക്കും നമുക്ക് അനുഭവമാകും. ആഘോഷം, അതുകൊണ്ടാണ് മോസ്റ്റ് സോളം സെലിബ്രേഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ് സോളം സെലിബ്രേഷൻ സീറോ മലബാർ സഭയിലെ റാസ കുർബാന അതുപോലെയുള്ള ഒരു മോസ്റ്റ് സോളം സെലിബ്രേഷനാണ്. എല്ലാ സഭകളിലുമുണ്ട്. ഇപ്പോൾ ലത്തീൻ കുർബാന ആയാലും മോസ്റ്റ് സോളം സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നു. ആദ്യം തന്നെ മാലാഖമാരുടെ കീർത്തനം ഗ്ലോറിയ പാടുമ്പോൾ തന്നെ സ്വർഗീയമായ ഒരു അനുഭവമായിരിക്കും. അതുപോലെ സമയമെടുത്തത് പാടുന്നു. മാലാഖമാർ സ്വർഗത്തിൽ നിന്ന് പ്രഘോഷിച്ച ഗീതമാണ് ഗ്ലോറിയ. അതേറ്റവും അതിൻ്റെ മുഴുവൻ അർത്ഥത്തിലും വ്യാപ്തിയിലും ലത്തീൻ കുർബാനയുടെ മോസ്റ്റ് സോളം സെലിബ്രേഷനിൽ പാടുന്നു. അതിനുശേഷം ഓരോ പ്രാർത്ഥനകളും പിന്നെ സങ്കീർത്തന ആലാപനങ്ങളും ഇതെല്ലാം മോസ്റ്റ് സോളം സെലിബ്രേഷനിൽ പാടുമ്പോൾ അതുപോലെ തന്നെ മലങ്കര കുർബാന പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങനെ ഒരു മോസ്റ്റ് സോളം സെലിബ്രേഷൻ അത്യാഘോഷകരമായി, അതുകൊണ്ടാണ് നമ്മൾ പെരുന്നാളുകളിലും വലിയ ആഘോഷകരമായിട്ടിത് കൊണ്ടാടുമ്പോഴാണ് ശരിക്കും സ്വർഗീയമായ ആ ആരാധനയുടെ മനോഹരമായ
ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരും. ശരിക്കും അനുഭവം തന്നെയാണത്. അപ്പോൾ ഇവിടെ പറയുന്നത്, അവരുമായി ഐക്യപ്പെട്ട് ഭൂമിയിലുള്ള സഭയും പരീക്ഷണങ്ങളുടെ മധ്യേ വിശ്വാസത്തോടെ ഈ ഗീതങ്ങൾ ആലപിക്കുന്നു. അപ്പോൾ ആരാധന ആഘോഷമാകുന്നത് ഈ ആലാപനത്തോടെയുള്ള കുർബാന അർപ്പണത്തിന് സ്വർഗീയമായ സ്തുതി ആരാധനയാണ്. അതുകൊണ്ടാണ് അവരുമായി ഐക്യപ്പെട്ട് ഭൂമിയിലുള്ള സഭയും പരീക്ഷണങ്ങളുടെ മധ്യേ വിശ്വാസത്തോടെ ഈ ഗീതങ്ങൾ ആലപിക്കുന്നു. പരീക്ഷണങ്ങളുടെ മധ്യേ സഭ എപ്പോഴും പരീക്ഷണങ്ങളും എതിർപ്പുകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുണ്ടാകുമ്പോൾ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. കർത്താവ് ഈശോ മിശിഹായുടെ ജനന സമയത്ത് തന്നെ ഒരു വശത്ത് ആലാപനമാണ്, സ്വർഗീയ ആലാപനം. മാലാഖമാർ കീർത്തനം പാടി. എന്നാൽ അതിനെ തുടർന്ന് എന്തുണ്ടായി? അതിനെ തുടർന്ന് രാത്രിക്ക് മാലാഖ തന്നെ ഔസേപ്പിതാവിന് പറയാണ്, വേഗം കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. കണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങളാണ് ആ കുഞ്ഞിന് സഹിക്കേണ്ടി വന്നത്. അതിനുശേഷം ഇതാ ഹെരോദേസ് ഉത്തരവിടുന്നു, ഈ പ്രദേശത്തുള്ള സകല കുഞ്ഞുങ്ങളെയും കൊല്ലുക. എന്തൊരു അവസ്ഥയാണ്. അപ്പം അതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത് നമുക്കെപ്പോഴും അത് ചോദ്യചിഹ്നമാണ്. എന്തിനാണ് കർത്താവ് അങ്ങനെ അനുവദിച്ചത്? ഈ നിഷ്കളങ്കരായ ഈ കുഞ്ഞുങ്ങളെല്ലാം വധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് പിതാക്കന്മാർ പറയുന്നത്, അത് സഭയിൽ ഉണ്ടാകാനിരിക്കുന്ന ഭയാനകമായ രക്തസാക്ഷിത്വത്തിൻ്റെ മുൻകൂർ അവസ്ഥയായിരുന്നു. സഭയുടെ 3 നൂറ്റാണ്ട് കാലം സഭ അനുഭവിച്ച മതപീഡനം. സഭ ആരംഭിച്ചത് മതപീഡനത്തിലൂടെയാണ്. ഈശോയുടെ കുരിശിൽ ഒഴുകിയ രക്തം മുതൽ രക്തസാക്ഷികളുടെ രക്തവും അങ്ങനെ. അപ്പോൾ ആ രക്തത്തിൻ്റെ ചൊരിച്ചിലിൻ്റെ ഒരവസ്ഥയാണ് സഭ എന്ന് പറയുന്നത്. നമ്മൾ എന്തോ കാരണവശാൽ നമ്മൾ സഭയെ വേറൊരു വിധത്തിലങ്ങ് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സഭ എന്ന് പറഞ്ഞാൽ ഈ വലിയ രക്തച്ചൊരിച്ചിലുകളും രക്തസാക്ഷിത്വവും ദൈവത്തിന് അതിലാണ് ദൈവത്തിൻ്റെ മഹത്വം. ആ രക്തസാക്ഷിത്വങ്ങളും രക്തച്ചൊരിച്ചിലുകളുടെയും മധ്യത്തിൽ കർത്താവ് ആരാധിക്കുന്നു, വിജയിച്ചിരിക്കുന്നു കർത്താവ്. അതുകൊണ്ടാണ് ഇന്നും സഭ നിരവധിയായ പീഡനങ്ങളിലൂടെ കടന്നു പോകും. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ റാണി മരിയയെ ഇത്ര പ്രാവശ്യം കുത്തി മുറിവേൽപ്പിച്ച സാമന്തർ സിംഗ്, അദ്ദേഹം പറയണത് എനിക്കറിയാൻ പാടില്ല ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന്. ഒരു ശക്തി എന്നെ അങ്ങ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടേ അല്ലായിരുന്നു ഞാൻ. ഇനി അതിൻ്റെ മറുവശം നോക്ക്. റാണി മരിയ ഒരു രക്തസാക്ഷി ആകണം എന്ന വിളി ഉണ്ടായിരുന്നോ ഇല്ലയോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഒരു രക്തസാക്ഷി ആകുക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയൊരു വിളിയാണ്. അത് ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ള വിളിയാണ്. അവൾ ജനിക്കുന്നതിന് മുമ്പേ കർത്താവ് അതിന് പദ്ധതി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു രക്തസാക്ഷി ഉണ്ടാകണമെങ്കിൽ അതിന് ഒരു ഘാതകനുണ്ടാകണം. അപ്പം എന്ത് സംഭവിച്ചു? അവസാനം മഹത്വം എന്ന് പറയുന്നത് എന്താണ്? ആ രക്തസാക്ഷിണിയായ റാണി മരിയയുടെ അപ്പനും അമ്മയും സഹോദരിയും ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൻ്റെ സാക്ഷികളായിക്കൊണ്ട് ആ ഘാതകനോട് പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിക്കുന്നു. അവൻ്റെ കയ്യിൽ രാഖി കെട്ടിയിട്ട് അവനെ സഹോദരനായിട്ട് സ്വീകരിക്കുന്ന റാണി മരിയയുടെ സഹോദരി കന്യാസ്ത്രീ, അവന് ഈ സ്നേഹം അനുഭവിച്ചിട്ട് അവന് ശ്വാസം മുട്ടിപ്പോയി. അവനെ സ്വന്തം മകനായി സ്വീകരിക്കുന്ന റാണി മരിയയുടെ അപ്പനും അമ്മയും. ഇതാണ് സ്വർഗം. ഇതാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇതാണ് സ്വർഗം ഭൂമിയിൽ. ഇതാണ് സ്വർഗം ഭൂമിയിൽ. ആ മഹത്വത്തിൻ്റെ അവസ്ഥ സാമന്തർ സിംഗിൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ യുക്തിയിൽ അതിഭയങ്കരമായ ഒരു മാറ്റമുണ്ടാക്കി. അതാണ് മാനസാന്തരം. അവൻ ആരായി മാറി? അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഒരു സുവിശേഷകർത്താവായിട്ട് മാറി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രക്തസാക്ഷിത്വവും ഇതെല്ലാത്തിൻ്റെ ആവശ്യം? ഇത് ആവശ്യമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത് ഈ ജീവിതത്തിലെല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നതാണ് സഭ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സഭ ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ ആളുണ്ട്,
രാജ്യത്തിന് വേണ്ടി ഭരിക്കാൻ ആളുണ്ട്. എന്നാൽ സഭയുടെ കർത്താവായ യേശുവിൻ്റെ ആ പീഡാനുഭവത്തെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് മരിക്കാനായിട്ട് ആരുണ്ട്? അതാണ് സഭയുടെ രഹസ്യം. നമ്മുടെ വിശ്വാസം ഈ ഭൗമികമായിട്ടുള്ള എന്തോ ഒരു നേട്ടത്തിനോ പേരിനോ എന്തോ രാഷ്ട്രീയ പാർട്ടി മാതിരിയാണെന്നാണ് വിചാരിച്ചേക്കുന്നത്. അല്ല. രക്തസാക്ഷിത്വത്തിലൂടെയാണ് സഭ വളരുന്നത്. അത് നമ്മൾ ആഗ്രഹിച്ചോ അല്ലെങ്കിലും അതുണ്ടായിക്കൊണ്ടേയിരിക്കും. അത് 2000 വർഷമായിട്ടുള്ള സഭയുടെ ചരിത്രത്തിൽ ഒരു വർഷം പോലും രക്തസാക്ഷിത്വം ഇല്ലാതിരുന്നിട്ടില്ല. അതുണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ആ രക്തസാക്ഷിത്വം തന്നെ ഒരാരാധനയാണ് ദൈവത്തെ. അതാണ് ഇവിടെ പറയുന്നത്. അവരുമായി ഐക്യപ്പെട്ട ഭൂമിയിലുള്ള സഭയും പരീക്ഷണങ്ങളുടെ മധ്യേ വിശ്വാസത്തോടെ ഈ ഗീതങ്ങൾ ആലപിക്കുന്നു. യാചനയാലും മധ്യസ്ഥാലും വിശ്വാസം എല്ലാ പ്രത്യാശയ്ക്കുമെതിരെ പ്രത്യാശ പുലർത്തുകയും. കണ്ടോ, വിശ്വാസം എല്ലാ പ്രത്യാശയ്ക്കുമെതിരെ പ്രത്യാശ പുലർത്തുകയും. എല്ലാ പ്രത്യാശയ്ക്കും എതിരുണ്ടാകുമ്പോഴും നമ്മൾ പ്രത്യാശ പുലർത്തണം. എല്ലാ സമ്പൂർണ്ണ ദാനവും ആരിൽ നിന്ന് നിർഗളിക്കുന്നുവോ ആ പ്രകാശങ്ങളുടെ പിതാവിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിശ്വാസം സംശുദ്ധമായ സ്തുതിപ്പാണ്. അവസാനം പറയണം കേട്ടോ. അപ്പോൾ എന്താണ് യഥാർത്ഥമായ സ്തുതിപ്പ്? വിശ്വാസം. അപ്പോൾ ആ വിശ്വാസം സംശുദ്ധമായ സ്തുതിപ്പാകുന്നത് ആ വിശ്വാസത്തിന് വേണ്ടി രക്തം കൊടുക്കുകയും വിശ്വാസത്തിന് വേണ്ടി. ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത്, ഞാൻ കാണ്ടമാളിൽ പോകാൻ എന്താ കാരണം ഉണ്ടായത്? അവിടെ മദർ തെരേസ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാനും കൂടിയൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ പ്രധാനമായിട്ട് കാണ്ടമാളിൽ പോകണം. അപ്പോൾ അവിടെ അച്ഛന്മാരൊക്കെ നമ്മളെ കൊണ്ടുവന്ന് കാണിച്ചു. ഇവിടെയാണ് ഒരു ക്രിസ്ത്യാനിയെ ജീവനോടെ കുഴിച്ചിട്ടിട്ട് അവനോട് പറഞ്ഞു, നീ ക്രിസ്തുവിനെ തിരസ്കരിക്കുക ഒന്നുണ്ടോ? അവൻ പറഞ്ഞു, ഞാനെങ്ങനെ തിരസ്കരിക്കുക? അവനെ മണ്ണിട്ട് അവൻ്റെ കഴുത്തോളം മണ്ണിട്ടിട്ട് ഇപ്പോഴും നിന്നോട് ചോദിക്കുകയാണ്. എന്നിട്ട് അവർ ആ ബൈബിൾ അവൻ്റെ തലയിൽ വെച്ച് കത്തിച്ചു. അപ്പോഴും അവൻ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചു. അവനെ ജീവനോടെ അവർ കുഴിച്ചു മൂടി. അവൻ കർത്താവിനെ സ്തുതിച്ചു മരിച്ചു. അപ്പോൾ ഇതാണ് സ്തുതിയുടെ ഏറ്റവും വലിയ അവസ്ഥ. അതാണ് അങ്ങനെ വിശ്വാസം സംശുദ്ധമായ സ്തുതിപ്പ്. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് രക്തസാക്ഷികളെ ചുമ്മാ അങ്ങനെ കഴുത്ത് വെട്ടി പോവുകയാണെന്ന്. ഒരാൾ രക്തസാക്ഷി ആകണമെങ്കിൽ അത് വലിയൊരു വിളിയാണത്. അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിളിയാണ്. നമുക്കറിയാം, എസ്തഫാനോസ് രക്തസാക്ഷിയായപ്പോൾ ആ ഭാഗം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ എസ്തഫാനോസിനെ വധിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. കണ്ടോ, ആ വധിക്കപ്പെടുന്ന നിമിഷമാണ്. സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഈ പറയണ ഈ വെളിപാട് പുസ്തകത്തിലെ കംപ്ലീറ്റ് കാര്യവും വെളിപാട് പുസ്തകവും ഭൂമിയും ഒരുമിച്ച് കാണുകയാണ്. സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നു. കണ്ടോ, ഇവിടെ ഇപ്പം നമ്മൾ അല്പം മുമ്പ് വായിച്ച 1137 വായിച്ച ആ വെളിപാട് ദർശനത്തിൻ്റെ ഒരു മോഡലല്ലേ ഇവിടെ കാണുന്നത്. സ്വർഗം തുറന്നിരിക്കുകയും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്നൊരു യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. അപ്പോൾ ഇവിടുത്തെ സാമന്തർ സിംഗ് ആരാണ്? ഇവിടെ ഒരു സാമന്തർ സിംഗ് ഉണ്ട്. ആരാണ് ഇവിടുത്തെ സാമന്തർ സിംഗ്? സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. കണ്ടോ, ഈ സാവൂൾ എന്ന യുവാവിൻ്റെ മാനസാന്തരമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇത് 7-ാം അധ്യായത്തിൽ സംഭവിക്കുന്നു.
സാവൂൾ സഭയെ അതിശക്തമായി പീഡിപ്പിക്കുന്നു. എന്നാൽ 9-ാം അധ്യായത്തിൽ സാവൂളിൻ്റെ പീഡനം കൂടുതൽ ശക്തമാക്കാനായിട്ട് സാവൂൾ ഡമാസ്കസിലേക്ക് പോകുമ്പോൾ വഴിമധ്യേ കർത്താവ് സാവൂളിനെ മാനസാന്തരപ്പെടുത്തുന്നു. അപ്പോൾ രക്തസാക്ഷിത്വം, ആ രക്തസാക്ഷികളുടെ ചുടുരക്തത്തിൽ നിന്ന് പൊടിച്ചു വളരുന്ന അനുഗ്രഹമാണ്. ഇന്ന് ഈ സാവൂൾ, ഈ പൗലോസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സുവിശേഷത്തിൻ്റെ അവസ്ഥ എന്താണ് തന്നെ? ഈ പൗലോസിലൂടെ ദൈവം നൽകിയ വെളിപാടുകൾ, ഈ പൗലോസിലൂടെ നമുക്ക് ലഭിച്ച പ്രബോധനങ്ങൾ, എന്നാൽ അവൻ ഒരു മതപീഠകനായിരുന്നു. കണ്ടോ? അപ്പോൾ മതപീഠനം എപ്പോഴും നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അത് മനസ്സിലാക്കുന്നത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഷയാണ്. വിശ്വാസമില്ലാത്തവരാണ് അതിനെതിരായിട്ട് ബഹളം ഉണ്ടാക്കി, ഒച്ചയുണ്ടാക്കി എല്ലാം കൊണ്ട് നടക്കുന്നത്. സഭയുടെ 3 നൂറ്റാണ്ടിൽ വിശ്വാസികൾ അവര് മാമോദീസ സ്വീകരിക്കാൻ വരുമ്പോൾ ഈ 23-ാം സങ്കീർത്തനം പാടിയിട്ടാണ് വന്നിരുന്നതെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? മാമോദീസ സ്വീകരിച്ചു, ക്രിസ്ത്യാനി ആയാൽ ഇനി അടുത്തത് രക്തസാക്ഷിത്വമാണ്, അവരെ കൊല്ലും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഈ ഒരു സങ്കീർത്തനം പാടിയിട്ടാണ് വന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ ഈ സങ്കീർത്തനത്തെ മനസ്സിലാക്കണം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും മരണത്തിൻ്റെ മരണത്തിലേക്കാണ് ഞാൻ പോകുന്നത് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ. ജ്ഞാനസ്നാനാർത്ഥികൾ ഈ ബോധ്യത്തിലാണ് കർത്താവിനെ ആരാധിച്ചിരുന്നത്. മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ആഘോഷം എല്ലാം അവർ മനസ്സിലാക്കുന്നത് ഇത് ഞങ്ങൾ രക്തസാക്ഷിത്വത്തിനുള്ള ആചാരമാണ്. അങ്ങനെ അധികം താമസിയാതെ അവരെ ക്രിസ്തുവിൻ്റെ എതിരാളികൾ അല്ലെങ്കിൽ മതപീഡനക്കാർ കണ്ടെത്തി. ആരാണ് കഴിഞ്ഞ ആഴ്ച മാമോദീസ സ്വീകരിച്ചത്? അവനെ പിടി, അവനെ കൊല്ല്. ഇതായിരുന്നു ആദിമസഭ. അപ്പോൾ അങ്ങനെയുള്ള 300 സംവത്സരങ്ങളിലെ രക്തസാക്ഷികളാൽ അവരാണ് അവിടെ ഇരുന്ന് ആരാധിക്കുന്ന വലിയൊരു സമൂഹം. ഇത് നിരന്തരം മുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ രക്തസാക്ഷികളുടെ വിശ്വാസത്തിൻ്റെ കുതിപ്പാണത്. അപ്പോൾ സഭയുടെ ആരാധനയുടെ ഏറ്റവും പ്രധാന ഭാഗം. ഇപ്പോൾ ഞാൻ ആ കാണ്ടമാലിൽ ജീവനോടെ കുഴിച്ചു മൂടിയ അവൻ്റെ അവസാന നിമിഷത്തിലെ ദൈവമേ യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞ ആ സ്തുതിപ്പിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. ഇവിടെ സ്തെഫാനോസ് മരിക്കണ സമയത്ത് സ്വർഗം തുറന്നു കണ്ടിട്ട് സ്വർഗവും ഭൂമിയും ഒരുമിച്ച് സ്തുതിച്ച നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുക. അതാണ് യഥാർത്ഥമായ സ്തുതിപ്പ്. ഇനി അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് നമ്മുടെ ജീവിതത്തിൽ ഭയാനകമായ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാകുമ്പോഴും നമ്മൾ ദൈവത്തിൽ മാത്രമാണ് എനിക്കാശ്വാസം, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്ന ദൈവത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് സ്തുതിക്കാൻ സാധിക്കുന്നതിലാണ് യഥാർത്ഥമായ ആരാധന. 2643 വിശുദ്ധ കുർബാന പ്രാർത്ഥനയുടെ എല്ലാ രൂപങ്ങളും ഉൾക്കൊള്ളുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായുള്ള ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ്റെയും സംശുദ്ധമായ സമർപ്പണമാണത്. പാശ്ചാത്യ പൗരസ്ത്യ പാരമ്പര്യങ്ങൾ അനുസരിച്ച് സ്തോത്രബലിയാണത്. സ്തോത്രബലി എന്നാണ് പറയുന്നത്. സ്തോത്രബലി എന്നും പറയുന്നുണ്ട്. നമുക്ക് ഇനി ബാക്കിയുള്ള സംഗ്രഹ ഭാഗം നാളെ പഠിക്കാം. ഇവിടെ ഈ പാരഗ്രാഫിൻ്റെ സൈഡിലുള്ള ഭാഗം കൂടി ഒന്ന് വായിക്കാം. ഇതൊരിക്കൽ കൂടി ഒന്ന് വായിക്കാം. 2643 എന്താണ് ഏറ്റവും വലിയ സ്തോത്രാരാധന? വിശുദ്ധ കുർബാന പ്രാർത്ഥനയുടെ എല്ലാ രൂപങ്ങളും ഉൾക്കൊള്ളുകയും ആരാധന, സ്തുതിപ്പ്, മധ്യസ്ഥ പ്രാർത്ഥന എല്ലാ രൂപങ്ങളും ഉൾക്കൊള്ളുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായുള്ള ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ്റെയും സംശുദ്ധമായ സമർപ്പണമാണത്. അപ്പോൾ ശരീരം മുഴുവൻ എന്ന് പറയുമ്പോൾ ഈ വിജയസഭയും സഹനസഭയും സമരസഭയും ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ്റെയും സ്വർഗവാസികളും ഭൂവാസികളും ഒരുമിച്ചാണ് എല്ലാ വിശുദ്ധ സ്തോത്രബലിയിലും
പാശ്ചാത്യ പൗരസ്ത്യ പാരമ്പര്യങ്ങളെ അനുസരിച്ച് സ്തോത്രബലിയാണത്. 1330 വിശുദ്ധ കുർബാനയെക്കുറിച്ച് തന്നെയാണ്. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്മാരകം വിശുദ്ധ ബലി. കാരണം അത് രക്ഷകനായ ക്രിസ്തുവിൻ്റെ ഏകയാഗത്തെ സന്നിഹിതമാക്കുകയും സഭയുടെ സമർപ്പണത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ദിവ്യപൂജ എന്ന വിശുദ്ധ ബലി, സ്തോത്രബലി, ആധ്യാത്മിക ബലി, പാവനവും വിശുദ്ധവുമായ ബലി എന്നീ പേരുകളും ഉപയോഗിക്കാറുണ്ട്. കാരണം അത് പഴയ നിയമത്തിലെ എല്ലാ ബലികളെയും പൂർത്തിയാക്കുകയും അവയ്ക്ക് അതീതമായി നിലനിൽക്കുകയും ചെയ്യുന്നു. വിശുദ്ധവും ദൈവികവുമായ ആരാധന കാരണം സഭയുടെ ആരാധനാക്രമം മുഴുവൻ്റെയും കേന്ദ്രവും ഏറ്റവും തീവ്രമായ പ്രകാശനവും ദൃശ്യമാകുന്നത് ഈ കൂദാശയുടെ ആഘോഷത്തിലാണ്. ഇതേ അർത്ഥത്തിൽ ഇതിനെ നാം വിശുദ്ധ രഹസ്യങ്ങളുടെ ആഘോഷമെന്ന് വിളിക്കുന്നു. ഇത് കൂദാശകളുടെ കൂദാശയായതിനാൽ ഇതിനെ പരിശുദ്ധാത്മ കൂദാശ എന്ന് നാം വിളിക്കുന്നു. സക്രാരിയിൽ സൂക്ഷിക്കപ്പെടുന്ന കുർബാനയുടെ സാദൃശ്യങ്ങളെയും ഇതേ പേരുകൊണ്ട് സൂചിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നമുക്കിവിടെ നിർത്താം. അപ്പോൾ നമ്മൾ ഇതോടെ ഈ ഭാഗം തീരുകയാണ്. ഈ ഭാഗം സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗം തീരുകയാണ്. നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കാം.